അവിടുത്തെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. ലോകത്തെ സുഖപ്പെടുത്തുന്നതിനു മുൻപ് നമുക്ക് ഹൃദയത്തെ സുഖപ്പെടുത്താം. ബഹളങ്ങൾ നിറഞ്ഞ ഒരു ലോകത്ത് ശബ്ദങ്ങൾ മത്സരിക്കുന്നു, അഭിപ്രായങ്ങൾ കൂട്ടിയിടിക്കുന്നു, സത്യം അകലെയുള്ളതായി തോന്നുന്നു. നമ്മൾ രാഷ്ട്രങ്ങളെ ശരിയാക്കാൻ ശ്രമിക്കുന്നു, ആഗോള സംഘർഷങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു, പുറത്ത് സമാധാനത്തിനായി തിരയുന്നു. എന്നാൽ യഥാർത്ഥ പോരാട്ടം നമുക്കുള്ളിലാണെങ്കിലോ? തിരുവെഴുത്തുകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു, നിങ്ങൾ മുമ്പേ ദൈവത്തിൻ്റെ രാജ്യവും അവൻ്റെ നീതിയും അന്വേഷിപ്പീൻ. മത്തായി 6:33. ലോകത്തെ സുഖപ്പെടുത്തുന്നതിന് മുമ്പ് നമ്മുടെ ഹൃദയങ്ങളെ സുഖപ്പെടുത്താൻ നമ്മൾ ദൈവത്തെ അനുവദിക്കണം. കാരണം രൂപാന്തരപ്പെട്ട ഒരു ഹൃദയം ഭവനത്തിൽ സമാധാനം സൃഷ്ടിക്കുന്നു. ഭവനത്തിലെ സമാധാനം ശക്തമായ സമൂഹങ്ങളെ കെട്ടിപ്പടുക്കുന്നു. അപ്പോൾ മാത്രമേ ലോകം മാറാൻ തുടങ്ങൂ. എല്ലാ ശബ്ദങ്ങളാലും നയിക്കപ്പെടരുത്, ആശയക്കുഴപ്പങ്ങളാൽ രൂപപ്പെടരുത്. ദൈവത്തിൻ്റെ ആത്മാവിനാൽ പുതുക്കപ്പെടുക. പരിശുദ്ധാത്മാവ് ദൂരെയല്ല, അവൻ നിങ്ങൾക്കുള്ളിലുണ്ട്. വഴി നടത്തുന്നു, തിരുത്തുന്നു, പുനഃസ്ഥാപിക്കുന്നു. ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ. സങ്കീർത്തനങ്ങൾ 51:10. We love you all and God bless you all. Amen.